പ്രശസ്ത റാപ്പറും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവുമായ വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺദാസ് മുരളിയും യുവ എഴുത്തുകാരി നവമി ലതയും വിവാഹിതരായി. സാധാരണ കണ്ടുവരാറുള്ള സെലിബ്രിറ്റി വെഡ്ഡിങ്ങിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു വേടൻ്റെ വിവാഹ ചടങ്ങുകൾ. രജിസ്റ്റർ വിവാഹമാണ് രണ്ടുപേരും തിരഞ്ഞെടുത്തത്. ഭരണഘടനയെ സാക്ഷിയാക്കി രജിസ്റ്ററിൽ ഒപ്പുവച്ച ശേഷം ഇരുവരും ചേർന്ന് കേക്ക് മുറിച്ചു. ശേഷം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി ചെറിയൊരു വിരുന്നൊരുക്കിയിരുന്നു. അതിഥികളുടെ എണ്ണം പോലും വളരെ കുറവായിരുന്നു. വിവാഹശേഷം വേടനും വധുവും മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലാണ് ഞാൻ. ഞങ്ങളുടെ വിജയത്തിൽ കൂടെ നിൽക്കുന്നവർക്കും ഞങ്ങളുടെ മനസ്സുകൾ കാത്തു സൂക്ഷിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ അടിപൊളിയായാണ് വിവാഹം നടന്നത്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിന് എല്ലാത്തിനും കാരണം നിങ്ങളുടെ അനുഗ്രഹമാണ്. ചെറിയ പരിപാടിയായിരുന്നുവെന്നത് ആരാധകർക്ക് മനസ്സിലാകും. എൻ്റെ വീട് പോലും അലങ്കരിച്ചിട്ടില്ല. അത്രത്തോളം ചെറിയൊരു പരിപാടിയായിരുന്നു. എല്ലാവരും വന്നതിന് നന്ദി എന്നാണ് വേടൻ പറഞ്ഞത്. ആരാധകരും സെലിബ്രിറ്റികളുമെല്ലാം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നിരുന്നു. വേടൻ്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും കൂടെ നിന്ന നവമി തന്നെയാണ് വേടന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ജീവിത പങ്കാളി എന്നാണ് ആരാധകർ ആ ആശംസകളിലൂടെ പറഞ്ഞത്. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം വേടൻ മുഷ്ടി ചുരുട്ടി പറഞ്ഞത് ജയ് ഭീം എന്നാണ്. അതിലും കുറേ പേർ പരിഹാസവുമായി വന്നിരുന്നു. ജയ് ഭീം എന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ അനുയായികൾ ഉപയോഗിക്കുന്ന നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. അല്ലെങ്കിൽ അതൊരു അഭിവാദ്യമാണ്. അതിൻ്റെ അർത്ഥം അംബേദ്കറുടെ ആശയങ്ങൾക്ക് വിജയം എന്നാണ്. ദളിത് സമൂഹത്തിന് മാറ്റി നിർത്തപ്പെട്ടവർക്കും സമത്വവും നീതിയും ഉറപ്പാക്കാനായി തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ. അതിനാൽ തന്നെ അഭിമാനത്തോടെ വേടൻ ജയ് ഭീം എന്ന് വിളിക്കും. അതിലാർക്കും കുരുപൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നീട് ഉയർന്ന ആരോപണവും പരിഹാസവും കറുപ്പിൻ്റെ രാഷ്ട്രീയവും ജാതി വിരുദ്ധയും പറയുന്ന വേടൻ വെളുത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നതാണ്. കറുപ്പിൻ്റെ രാഷ്ട്രീയത്തിലൂടെ പറയുന്നത് എന്താണ്? അത് ഒരിക്കലും വെളുപ്പിനെ വെറുക്കണം എന്നല്ല. നിറം, ജാതി, വംശം എന്നിവയെ അടിസ്ഥാനമാക്കി മനുഷ്യനെ വിലയിരുത്തുന്നത് അവസാനിപ്പിക്കണം എന്നാണ് കറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നത്. വേടൻ വർഷങ്ങളായി സ്നേഹിച്ച വേടൻ്റെ കൂടെ നടക്കുന്ന നവമിലത ഒരു വെളുത്ത പെൺകുട്ടി ആയതുകൊണ്ട് വേടൻ വിവാഹം കഴിക്കരുതായിരുന്നു എന്നാണ് ഈ കരച്ചിലുകാർ പറയുന്നത്. പ്രണയവും വിവാഹവുമൊക്കെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. അതിൽ കറുപ്പിൻ്റെ അല്ലെങ്കിൽ വെളുപ്പിൻ്റെ രാഷ്ട്രീയം തിരികേണ്ട യാതൊരു ആവശ്യവുമില്ല. മറ്റൊരു കൂട്ടർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വേടൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ്. ശ്രീലങ്കയിൽ ജനിച്ച നിനക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം കിട്ടി? സ്ത്രീയെ പീഡിപ്പിച്ച വ്യക്തി എങ്ങനെ ഭരണഘടനയെ സാക്ഷിയാക്കും എന്നൊക്കെയാണ് പലരുടെയും ചോദ്യം. അങ്ങനെ സംശയമുള്ളവർ ഒരു പരാതിയുമായി നീതിപീഠത്തെ സമീപിക്കുക. നിങ്ങൾക്ക് കിട്ടാനുള്ള കൃത്യമായ മറുപടി അവിടെ നിന്നും കിട്ടുന്നതായിരിക്കും.